ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് അടുക്കള പണികളും കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. രാവിലെ വന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ അങ്ങ് അടുപ്പിൽ വെച്ച് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ, തേങ്ങ തിരുമ്മിയത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കടല വേവിച്ചത് അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ വെളിയിൽ വെച്ച് ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ വെച്ച്, അത് കഴിഞ്ഞിട്ട് അരിക്കുള്ള വെള്ളം വെച്ച് അരി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് അരിയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് ബാക്കിയുള്ള സാധനം പച്ചക്കറികൾ എല്ലാം പച്ചക്കറികൾ വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. എല്ലാം കൂടിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പാവയ്ക്കയാണ് മെഴുക്ക് വരട്ടാനായിട്ട് എടുത്തത്. അരി തിളച്ചതിന് ശേഷം അത് തെർമൽ കുക്കറിലേക്ക് മാറ്റി, അതിനുശേഷം പാവയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അത് റെഡിയാക്കുകയാണ്. ഇനി നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം. രാവിലെ അപ്പത്തിൻ്റെ കറിയാണ്, ഗ്രീൻ പീസ് കറിയാണ്. അതിന് വേണ്ടുന്ന സവാളയൊക്കെയാണ് അരിയുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ചോറും കറികളും എല്ലാം ഒരുമിച്ച് അങ്ങ് തയ്യാറാക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയും ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ ഒരുമിച്ച് ചെയ്ത് വയ്ക്കും. അപ്പമൊക്കെ ആണെങ്കിൽ അത് ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അത് ഓരോരുത്തർ കഴിക്കാൻ വരുമ്പോൾ മാത്രമേ അപ്പം ചുടാറുള്ളൂ. അങ്ങനെ ചുട്ടിങ്ങനെ നേരത്തെ വെച്ചിരിക്കാറില്ല. ഗ്രീൻ പീസ് കറിയിടത്ത് കുറച്ച് ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർക്കാറുണ്ട്. ഈ ഇലക്ട്രിക് ചോപ്പർ ഇത് നല്ല സൂപ്പർ സാധനമാണ്. 2 ഞെക്ക് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് വരും. ഇത് നമ്മൾ വലിച്ച് എടുക്കുന്ന ഇതിനേക്കാളും മാനുവലിനേക്കാളും നല്ല എളുപ്പമുള്ളൊരു സാധനമാണത്. അങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഈ സവാളയും ക്യാരറ്റ് മറ്റേ നമ്മൾ പൊടിച്ച ഇതിനകത്ത് പൊടിച്ച സാധനങ്ങളെല്ലാം കൂടി ഒന്നിട്ട് വഴറ്റിയിട്ട് ഞാൻ ഗ്രീൻ പീസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് എടുക്കുമ്പോഴത്തേക്ക് ഗ്രീൻ പീസ് കറി റെഡിയായി. അത് കഴിഞ്ഞതിന് ശേഷം മീൻ വറുക്കാനുണ്ടായിരുന്നു. അയല മീനാണ് വറുക്കുന്നത്. മീൻ വറുക്കണം. മീനിനകത്ത് ഇവിടെ ഒരു ടിപ്പുള്ളത്, മീൻ വറുക്കാൻ നമ്മൾ അരപ്പ് പുരട്ടുന്ന സമയത്ത് 2-3 തുള്ളി വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മീൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിൻ്റെ കളറും ഫ്ലേവറും ഒക്കെ ഒന്നുകൂടി നല്ല കുറച്ചുകൂടി റിച്ചായിട്ട് വരും. നല്ല ഒരു ടിപ്പാണ് വിനാഗിരി ഈ മീൻ വറുക്കുന്ന അരപ്പിനകത്ത് ചേർക്കുന്നത്. അതുപോലെ തന്നെ മീൻ വറുക്കാനിട്ടതിന് ശേഷം 2-3 കറിവേപ്പിലയും കൂടി അതിനകത്ത് ഇടുന്നതും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പുകളാണ്. അത് കഴിഞ്ഞ് മീൻ കറി തയ്യാറാക്കി. മീൻ കറിയും അങ്ങ് വെച്ച് തേങ്ങ അരച്ച മീൻ കറിയാണ് വെച്ചത്. അതും അങ്ങ് തയ്യാറാക്കി. അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നാൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്തിടാഞ്ഞത്. മീൻ കറിയും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് തെർമൽ കുക്കറിൽ നിന്ന് അരി എടുത്ത് ഒന്നുകൂടി നമ്മൾ തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ല അതിൻ്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ അതിനകത്തുള്ള ആ വേപ്പറൊക്കെ ഒന്ന് നമ്മൾ ഒരു ഉണങ്ങിയ തുണിയിട്ട് തുടച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ചോറും കറികളും എല്ലാം റെഡിയായി. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പവും നമ്മൾ ഗ്രീൻ പീസ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ചോറും കറികളും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ അപ്പവും ഗ്രൈൻഡറിൽ ആട്ടിയ മാവാണിത്. അപ്പത്തിന് ഗ്രൈൻഡറിൽ ആട്ടിയുമ്പോൾ നല്ല ടേസ്റ്റും സ്പോഞ്ചായിട്ടും നല്ല സൂപ്പറായിട്ടുള്ള അപ്പമാണ് കിട്ടുന്നത്. മിക്സിയിൽ ആട്ടിക്കഴിഞ്ഞാൽ മിക്സിയിൽ ആട്ടിയാലും റെഡി ആകും, ഇല്ലെന്നല്ല. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ടിരിക്കും ഈ ഗ്രൈൻഡറിൽ ആട്ടുന്ന അപ്പം. അങ്ങനെ കാപ്പിയുടെ പരിപാടി. നമുക്ക് ഉച്ചയ്ക്കത്തെ ഊണ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. ഇന്ന് വെച്ച ചോറ്, നമ്മുടെ രാവിലെ വെച്ച ചോറും കറികളുമാണ് ഇന്ന് വിളമ്പുന്നത്. ചോറ്, മീൻ വറുത്തത്, പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടിയത്, അത് കഴിഞ്ഞിട്ട് മീൻ കറി. ഇത്രയാണ് നമ്മൾ ഇന്ന് വെച്ചത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും
ഒരുപാട് നന്ദി. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.